ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ പച്ചക്ക കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാടൻ റെസിപ്പി, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു തനി നാടൻ റെസിപ്പിയാണ് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ്. ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത്ര ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. 100% ഗ്യാരണ്ടിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാനും മറക്കരുത് കേട്ടോ. ഞാൻ പച്ചക്ക കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പച്ചക്ക റെസിപ്പീസ് അല്ലെങ്കിൽ പച്ച നേന്ത്രക്ക റെസിപ്പീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പ്ലേലിസ്റ്റിനുള്ളിൽ നമ്മൾ ഇതുവരെ ഇട്ടിരിക്കുന്ന പച്ച നേന്ത്രക്ക വെച്ചിട്ടും പച്ചക്കായ വെച്ചിട്ടും ഒക്കെ നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ റെസിപ്പീസിൻ്റെയും ലിങ്ക് ആ പ്ലേലിസ്റ്റിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 2 പച്ച നേന്ത്രക്ക ആണ് എടുത്തിരിക്കുന്നത്. നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി ഒന്ന് ചീകി മാറ്റിയതിന് ശേഷം നല്ല ചെറുതായിട്ട് അരിഞ്ഞ് പച്ചവെള്ളത്തിലേക്കാണ് കേട്ടോ അരിഞ്ഞിട്ടത്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ്. ഒരു മീഡിയം ടൈപ്പ്, ഫോട്ടോയിൽ കണ്ട പോലെ മീഡിയം ടൈപ്പ് 2 എണ്ണം. അത് വെള്ളത്തിൽ നിന്ന് ഊറ്റി ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല ഒരു പിടി ഉണക്കക്കൊഞ്ചാണ് കേട്ടോ, ഉണക്ക ചെമ്മീനില്ലേ, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ. ഒരു 3-4 വെള്ളത്തിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു. വറുത്തതൊന്നുമല്ല, വെള്ളത്തിലിട്ട് ആ തലയും വാലും അതിൻ്റെ ആ ഒരു കാലും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറ്റിയിട്ട് നല്ല വൃത്തിയാക്കി എടുത്താണ്. രണ്ടറ്റം ഒന്ന് നുള്ളിയെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി, ഒരു 3-4 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയതാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഒരു 4-5 ചെറിയ ഉള്ളിയും ഒരു 3-4 വെളുത്തുള്ളിയും. ചെറിയ ഉള്ളി കനം കുറച്ച് വട്ടത്തിലരിഞ്ഞു. വെളുത്തുള്ളി ഒരു 3-4 വെളുത്തുള്ളി എടുത്തിട്ട് 3-4 പീസാക്കി കട്ട് ചെയ്തെടുത്തു. ചെറിയ ഉള്ളി അത്യാവശ്യം വലുപ്പമുള്ള ഉള്ളിയാണ്, ഒരു 5-6 എണ്ണമൊക്കെ എടുത്താൽ മതിയും. കനം കുറച്ച് വട്ടത്തിലരിഞ്ഞു. അപ്പോൾ ആ ഭാഗത്ത് എനിക്ക് ചെറുതായിട്ട് വീഡിയോ ഒന്ന് മിസ്സായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. എനിക്ക് ഇതിൽ ആഡായിട്ടില്ല. ആ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർത്തിട്ട് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞതും ഒരു 3-4 വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും ഞാൻ ഇതിനകത്തേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വെന്ത് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. വെന്തങ്ങ് ഉടഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ വേവും വേണം, ആ ഒരു പരുവം. അപ്പം വെള്ളം അങ്ങ് ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ വെന്തങ്ങ് ഉടഞ്ഞ് കലങ്ങിപ്പോവും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അതുപോലെ പച്ചക്ക നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. ഒരുപാട് വലിയ പീസാക്കി അരിഞ്ഞെടുക്കരുത്. 2 എണ്ണം മതിയാവും. ആ ഫോട്ടോയിൽ, നമ്മൾ ആദ്യത്തെ ഫോട്ടോയിൽ കണ്ടല്ലോ, അതുപോലെ ഒരു 2 എണ്ണം അത്രയേ ഉള്ളൂ. ഒരുപാട് വലുതുമല്ല ഒരുപാട് ചെറുതുമല്ല, ആ ഒരു പരുവത്തിൽ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇനി ഇതൊന്ന് വെന്ത് വെള്ളമൊക്കെ വറ്റി ഒന്ന് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. പച്ചക്ക നല്ല ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുപോലെ തന്നെ ഉണക്ക ചെമ്മീനും അധികം വേവൊന്നുമില്ലല്ലോ. നല്ലപോലെ കഴുകണം കേട്ടോ. ഉണക്കമീനൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഒരു 3-4 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം. ഞാൻ എന്താ ചെയ്യുക, കാരണം ഇതിന് ചെറിയ നമ്മുടെ മുള്ളു പോലെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ഇളക്കിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കയ്യിലൊക്കെ കൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് തലയും വാലും കളഞ്ഞ് ആ കാല് പോലെ ഉള്ളതുണ്ടല്ലോ അതും കളയും. ചെറിയ എൻ്റെ കാലുണ്ടല്ലോ അതും കളഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഞാൻ ആ ഒരു രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്, വെള്ളമൊക്കെ വറ്റി നമ്മുടെ കായൊക്കെ വെന്ത് വന്നപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. പച്ച വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മുടെ ക്രഷ്ഡ് ചില്ലി, ചതച്ച വറ്റൽമുളക് ഉണ്ടല്ലോ, അത് നമ്മളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ മുളക് പൊടി ഓൾറെഡി ചേർത്തിട്ടുണ്ട്, അപ്പോൾ ആ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം എരിവുണ്ടാവും. 1/2 ടീസ്പൂൺ. നിങ്ങളുടെ എരിവിനനുസരിച്ച്, എരിവ് അധികം വേണ്ടാത്തവർക്ക് 1/4 ടീസ്പൂൺ ചേർക്കാം. അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ വെളിച്ചെണ്ണയും വറ്റൽമുളക്, ചതച്ച വറ്റൽമുളകും കൂടി ക്രഷ്ഡ് ചില്ലിയും കൂടി ചേർത്തിട്ട് ഒരു 1 മിനിറ്റ് നമുക്കൊന്ന് വഴട്ടാം. അതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചത്തേങ്ങ ആണ് കേട്ടോ.
ഇത് ചതച്ചെടുക്കുകയൊന്നും വേണ്ട, നല്ല ചെറുതായിട്ട് ചിരകിയെടുക്കുക, അത്രയും ചെയ്താൽ മതി. ഒരുപാട് വലിയ പീസാക്കി ചിരകിയെടുക്കരുത്. നല്ല ചെറുതായിട്ട് ചിരകിയെടുത്തതിന് ശേഷം വെളിച്ചെണ്ണയും വറ്റൽമുളകും ചതച്ച മുളകും ചേർത്ത് 1 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ലൊരു പിടി തേങ്ങ നല്ല ചെറുതായിട്ട് ചിരകിയ 1 പിടി തേങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഒതുക്കി വെച്ചിട്ട് ഒത്തിരി നേരം കൂടി 1 മിനിറ്റ് തികച്ചെടുക്കണ്ട, കുറച്ച് നേരം നമുക്കിതൊന്ന് അടച്ച് നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ആവി കയറാൻ വേണ്ടി മാത്രം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കണ്ടോ, അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതും വെളിച്ചെണ്ണ തന്നെ ചേർക്കണം, അപ്പോഴാണ് ശരിക്കും ആ ഒരു സ്വാദ് കിട്ടുക. നമ്മുടെ പച്ചക്കായും ചതച്ച വറ്റൽമുളകും ക്രഷ്ഡ് ചില്ലിയും നമ്മുടെ ഉണക്ക ചെമ്മീനും വെളിച്ചെണ്ണയും എല്ലാം കൂടി കറിവേപ്പിലയും എല്ലാം കൂടി ചേരുമ്പോൾ അതൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വെളുത്തുള്ളിയൊക്കെ ചേർക്കാൻ മറക്കരുത്, നല്ല ടേസ്റ്റാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. നാടൻ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, അത്രയും ടേസ്റ്റിയാണ്. ഭയങ്കര ഒരു ഫ്ലേവറാണ് കേട്ടോ. ആ ഉണക്ക ചെമ്മീൻ്റെയും വെളിച്ചെണ്ണയുടെയും എല്ലാം കൂടി ചേർന്നിട്ട് ഒരു നല്ല ഫ്ലേവറാണ്. ഇത് ഉണ്ടാക്കിയാൽ വീട് മൊത്തം ആ ഒരു മണമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരിക. അതുപോലെ ഇതുപോലെയുള്ള നാടൻ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക, എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടൂ. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല. അത് കിട്ടാനായിട്ടാണ് സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെലൈക്കൺ പ്രസ് ചെയ്ത് അതിലാദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ, ഞാനിപ്പം വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അതുപോലെ ചിലർ ചോദിക്കുന്നുണ്ട് വീഡിയോസ് ചെയ്യുന്നില്ലേ, നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതുവരെ നോട്ടിഫിക്കേഷൻ കിട്ടിക്കൊണ്ടിരുന്നതാണ്, ഇപ്പോൾ കുറച്ച് നാളായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർ ദയവായിട്ട് ഒന്നുകൂടെ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യുക. അൺസബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം എഗെയിൻ ഒന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തിടുന്ന ബെലൈക്കൺ പ്രസ് ചെയ്ത് അതിലാദ്യം കാണുന്ന ഓൾ തന്നെ ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക കേട്ടോ. എന്തെങ്കിലും യൂട്യൂബ് അപ്ഡേറ്റ്സോ കാര്യങ്ങളോ കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത്, എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ ഇൻഫോം ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ പച്ചനേന്ത്രക്കാണ്ടും പച്ചക്കാണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.